ഹേ ഗായ്സ്, എല്ലാവർക്കും ജി ടോക്സിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മാർക്കോ കണ്ട ഒരു എക്സ്പീരിയൻസ് പങ്കുവയ്ക്കാനാണ്. മാർക്കോ കണ്ടിട്ട് പലരും പറയുന്നത് KGF-ന്റെ അപ്പാപ്പനായിട്ട് വരും, മറ്റേതിൻ്റെ അമ്മയുടെ മോനായിട്ട് വരുന്നതൊക്കെ. പക്ഷേ ഞാൻ പറയട്ടെ, ഇതൊക്കെ വേറെ വേറെ സംഭവങ്ങളാണ്. KGF-ൽ കണ്ടതല്ല മാർക്കോയിൽ വരുന്നത്, മാർക്കോയിൽ കണ്ടതല്ല സലാറിൽ വരുന്നത്. അപ്പോൾ ഇതുവഴി കമ്പയർ ചെയ്യണ്ട. പക്ഷേ ഇന്ത്യൻ സിനിമയിൽ ഇത്രയും വയലൻസ് ഉള്ളൊരു പടം എൻ്റെ അറിവിലില്ല. നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ പറയും. അപ്പോൾ ലോല ഹൃദയരായിട്ടുള്ള ആൾക്കാർ, അതുപോലെ ഈ ജാതി ഇടപാടൊന്നും കാണാൻ കഴിവില്ലാത്ത ആൾക്കാരായിട്ട് പോരുത്. പലരും തലകറങ്ങി വീഴുന്നൊക്കെ കൊണ്ട് വീഡിയോ വരുന്നുണ്ട്. അതിൽ കുട്ടികളായിട്ട് പോരുത്. ഞാൻ ഇന്നലെ പോയ തിയേറ്ററിൽ കുട്ടികളായിട്ട് രണ്ട് നല്ല മാതാപിതാക്കൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു വയലൻസ് പരിപാടിയല്ല ഇതിലുള്ളത്. ഇത് വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതികൊടൂരമാണ്. കൊടൂരം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം. അപ്പോൾ എല്ലാവരും അതിന് തയ്യാറായിട്ട് പോവാം. ഒരു 100% എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 35% ആൾക്കാരാണ് കണ്ണടയ്ക്കാതെ ഞാൻ കണ്ട തിയേറ്ററിൽ ഇരിക്കേണ്ടായിരുന്നത്. ബാക്കി 70-75% ആൾക്കാർ ഈ പറഞ്ഞ പോലെ കണ്ണടച്ചിരിക്കുന്ന കാഴ്ചയാണ് ഗൈസ് നമ്മൾ ഇന്നലെ കണ്ടത്. അപ്പോൾ സംഭവം അടിപൊളിയാണ്. ഇങ്ങനത്തെ ഒരു പടമൊക്കെ വരണം. പക്ഷേ എല്ലാവർക്കും കാണാൻ പറ്റില്ല എന്നാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം. അപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാം, അല്ലാത്തവർക്ക് കാണാതിരിക്കാം. OTT-ക്ക് വേണ്ടി കാത്തിരിക്കുക. OTT-യിൽ ഇനി ഇതൊന്നും ഒഴിവാക്കിയ സാധനങ്ങളൊക്കെ അതിൽ വരുന്നതാണ് പറയുന്നത്. ഇതൊന്നും ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാകത്തി. ഇതിൽ തന്നെ അത്യാവശ്യമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന തലവെട്ടിക്കളയാം അതുപോലെയുള്ള ചെറിയ ചെറിയ പരിപാടികളല്ല ഇതിൽ വരുന്ന സംഭവം. സാധാരണക്കാരനായൊരു മനുഷ്യനെ താങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് അങ്ങനെ തോന്നി. എനിക്ക് ഒരു സുഖം ഉണ്ടായിരുന്നില്ല സിനിമ കണ്ടിറങ്ങിയിട്ട്. സാധാരണ ഇപ്പോൾ KGF അങ്ങനത്തെ മാസ് മൂവീസ് അല്ലെങ്കിൽ അത്രയും വലിയ വലിയ പടങ്ങളൊക്കെ കണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിൽ നമ്മളൊരു റോക്കി ബോയോടോ അങ്ങനത്തെ ഒരു സെറ്റപ്പ് നമുക്കൊരു ഒരു വലിയൊരു എയിം വരും. എയിം എന്തൊരു രസത്തിൽ നമ്മൾ ഇറങ്ങിയ ഇത് കണ്ടിറങ്ങിയ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ. വേറെ സെറ്റപ്പായിരിക്കുക. എനിക്ക് അങ്ങനെയായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങളെല്ലാവരും പടം പോയി കാണുക. പറ്റാത്തവർ പോയി കാണാതിരിക്കുക. നാട്ടുകാർ പറയുന്ന കഥ കേൾക്കുക. ഓക്കെ, അപ്പം നമുക്കടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുപിടാമെന്ന് പറയുന്നത്. ഓക്കെ, ബൈ ബൈ, സീ യു.